ശബരിമല സ്ത്രീ പ്രവേശനം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സർക്കാർ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നു. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു മതാചാരം അനിവാര്യമാണോ എന്നത് പ്രാഥമികമായി ആ മതത്തിന്റെ തത്വങ്ങൾ വെച്ച് വേണം പരിശോധിക്കാൻ. ആചാരത്തെ ആ മതം പിന്തുടരുന്നവർ അങ്ങനെയാണോ കാണുന്നതെന്ന് നോക്കണം. എങ്കിലും ദോഷകരമെന്ന് കരുതപ്പെടുന്നതോ രാജ്യത്തെ നിയമത്തെ ലംഘിക്കുന്നതോ പൊതുനയത്തിനോ സാമൂഹിക മാന്യതയ്ക്കോ വിരുദ്ധമായതോ ആയ ഒന്നിനെയും മതാചാരമായി അംഗീകരിക്കാനാവില്ലെന്നും ശബരിമല വിഷയം പരിശോധിക്കുന്ന 9 അംഗ ബെഞ്ചിന് മുൻപാകെ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നുണ്ട്. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. ശബരിമല സ്ത്രീ പ്രവേശനത്തെ പിണറായി സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? മേഘ, ഇതിനകത്തൊരു ഇരട്ടത്താപ്പ് മണക്കുന്നുണ്ട് എന്നാണ് ഈ പറയുന്ന സത്യവാങ്മൂലം വായിച്ചവരൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വിവരവും അറിവും ഉള്ളവർ പറയുന്നത്. കാര്യം അതാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. കാര്യം എപ്പോഴും ഒരു ലൂപ്പ് ഹോൾ ഇട്ടുകൊണ്ടേ അവർ കളിക്കാറുള്ളൂ. ഈ പറയുന്ന രീതിയിൽ സുപ്രീം കോടതി ഈ നിയമം നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പേക്കൂത്തെല്ലാം നടത്തിയതെന്നാണ് ഇപ്പോഴത്തെ ഭാഷ. എന്നിട്ട് മതപണ്ഡിതർ പറയുന്നു, മതപണ്ഡിതരെയാണ് ഇപ്പോൾ പിടിച്ച് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് ഇപ്പോൾ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ മതപണ്ഡിതരും ഇപ്പോൾ താങ്കൾ വായിച്ച ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ വായിച്ച് ഈ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അപ്പോൾ സംശയം ഉണ്ടാകുന്നത് ഇത് കുറച്ച് നാൾ മുമ്പ് ഇവർക്ക് ഉണ്ടായില്ലായിരുന്നു. ഈ കണ്ട പേക്കൂത്തൊക്കെ അവിടെ നടന്നല്ലോ. ഈ കണ്ട പാവപ്പെട്ട അയ്യപ്പന്മാർ എത്ര പേരുടെ കേസുണ്ടെന്നറിയോ മേഘ? എത്ര പേർക്ക് കേസുണ്ടെന്നറിയോ? ഈ കേസ് അവർ പിൻവലിക്കാൻ തയ്യാറാവോ? അത് നമുക്ക് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. എത്ര പേര് സോമിയെ ശരണമയ്യപ്പ എന്നല്ല വിളിച്ചത്, അല്ലെ? സോമിയെ ശരണമയ്യപ്പ എന്നല്ലേ വിളിച്ചത്, അല്ലാതെ ഈങ്കുലാം സിന്ദാബാദ് എന്നല്ലല്ലോ വിളിച്ചത്. അല്ലെങ്കിൽ ഈങ്കുലാം സിന്ദാബാദ് എന്ന് വിളിച്ചാലും ഇവരുടെ ഭാഷയല്ലേ? എൻ്റെ സംശയം, ഇത്രയും കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ശബരിമലയിൽ ഈ പറയുന്ന കണ്ട പേക്കൂത്തൊക്കെ നടത്തി ഇതിനൊക്കെ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത് 2 സ്ത്രീകളെ കൊണ്ടുവന്ന് അവിടെ കയറ്റി ഈ പറയുന്ന വിപ്ലവം ഇവരവിടെ കാണിച്ചിട്ട് ഇപ്പോൾ വോട്ടിന് വേണ്ടി ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞ്, ആഗോള അയ്യപ്പ സംഗമം മുതൽ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ കള്ളം എന്താണെന്ന് പൊളിയുകയാണ് ചെയ്തത്. എത്ര മുഖത്തും മറ്റു മുഖംമൂടി വെച്ചിരുന്നാലും എന്താണ് ഇവർ എന്ന് വെളിവാകുകയല്ലേ ചെയ്യുന്നത്. മേഘക്ക് എന്ത് തോന്നുന്നു? ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്, ഈ പറഞ്ഞ ബിന്ദു അമ്മിണിയും അതുപോലെ തന്നെ റഹ്ന ഫാത്തിമയും ആയിരുന്നു ഈ പറഞ്ഞ ശബരിമലയിൽ യുവതി പ്രവേശന സമയത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ അയ്യപ്പ ഭക്തർ അതുപോലെ തന്നെ വിശ്വാസ സംരക്ഷണ സമിതിക്കാർ എല്ലാവരും പറയുന്നൊരു കാര്യം, പിണറായി സർക്കാർ ഫെമിനിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റി, വിശ്വാസികളല്ല കയറിയത്, ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളാണ്, ആക്ടിവിസ്റ്റുകളായിരുന്നു കയറിയത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചു മുൻപ് ഒരു ചാനൽ ചർച്ചയിൽ ബിന്ദു അമ്മിണി വന്നിരുന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. അവരോട് എന്താണ് ഈ സത്യവാങ്മൂലത്തെ പറ്റിയുള്ള അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തു, ഇവിടെ എത്തിയിട്ടുമില്ല എന്നുള്ളൊരു നയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ആദ്യം ഉയർത്തിപ്പിടിച്ച പുരോഗമന ആശയം ഒട്ട് വിടാനും സാധിക്കില്ല, പക്ഷേ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കിട്ടാനുള്ള വോട്ടിനെ കളയാനും കഴിയില്ല. ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പൊളിഞ്ഞു, ചേട്ടൻ പറഞ്ഞ പോലെ അത് പൊളിയുകയായിരുന്നു. ഒഴിഞ്ഞ കസേരകൾ കണ്ടു, അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. അതൊരു വലിയ ഒരു പരാജയമായിരുന്നു ആ പരിപാടി എന്നറിയാം. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് യുവതി പ്രവേശനത്തിൽ പിടിച്ചു തന്നെ വേണമെന്നാണ്. ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മതവുമായി ബന്ധപ്പെട്ട് ഒരു മതവികാരവും വ്രണപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാണ്. എന്നാൽ പോലും തുല്യത എന്നുള്ളൊരു ഫാക്ടറിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നു. ആണും പെണ്ണും ഒന്നാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ ബിന്ദു അമ്മിണി പറഞ്ഞതുപോലെ, ഇപ്പൊ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു, ഇവിടെ എത്തിയിട്ടുമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. യുവതി പ്രവേശനത്തിന് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുരോഗമനവാദികളുടെ വോട്ടും വേണം. അതുപോലെ തന്നെ ഈ പറയുന്ന ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്ന് പറയുന്ന, അതുപോലെ തന്നെ വിശ്വാസികളായ കുറെ ആൾക്കാരുടെ വോട്ടും വേണം. അപ്പോൾ ഇത്തരത്തിൽ 2 വെള്ളത്തിൽ കാൽ വയ്ക്കുന്ന നയം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ല, ഇത് ഇരട്ടത്താപ്പാണ് തീർച്ചയായും. നമ്മൾ ഈ പറയുന്ന ഈ ബിന്ദു അമ്മിണി ആയാലും റഹ്ന ഫാത്തിമ ആയാലും, മേഘ, എൻ്റെ സംശയം, കുടുംബത്തിൽ പറഞ്ഞ 2 സ്ത്രീകളെ ഇവരവിടെ കൊണ്ടുവന്ന്, ഇപ്പൊ ഇവർ കുടുംബത്തിൽ പറഞ്ഞ അല്ലെന്ന് ഞാൻ പറയുകയല്ല, ഇതുപോലെ ഇപ്പൊ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്റെ വീട്ടിൽ ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞല്ലോ, ഈ പറഞ്ഞ കുടുംബത്തിൽ പിറന്നത് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. എന്നാലും വിശ്വാസികളായ എത്രയോ സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാൻ ആഗ്രഹമുണ്ട്. എന്റെ വീട്ടിലുണ്ട് വിശ്വാസികളായ സ്ത്രീകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറയുന്നതാ, അവരോട് ചോദിക്കുകയാണ് ഈ സർക്കാർ, അയ്യപ്പദാസ് അല്ലെങ്കിൽ അയ്യപ്പദാസിന്റെ സഹധർമ്മിണി, നിങ്ങൾക്ക് വരാമോ ശബരിമലയിലേക്ക്? ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം. പോട്ടെ, അടുത്ത വീട്ടിലെ പിന്നെ ശിവകുമാറിന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, വരൂ, നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും പുറത്ത് പറയാൻ മടിയായിരിക്കും, പേടിയായിരിക്കും എന്നാണ് ഇല്ല, വിശ്വാസികളായ ആര് പറയുന്നു? അത് വെറുതെ തോന്നല.
നമ്മൾ ഈ ആചാരങ്ങൾ ശരി, നമ്മൾ ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലല്ല നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെത് നിലപാട് മാറ്റമായി കാണേണ്ടതില്ല, ഇതങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. നിലപാട് മാറ്റമായി കാണേണ്ടതില്ല, അവസരവാദപരമായി പെരുമാറുന്നു, വോട്ടിട്ടോളൂ, അതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഇവിടുന്ന് പിന്നെ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ ഞങ്ങൾ ഒറ്റക്കാലി നടക്കും, അവിടെ കഴിഞ്ഞിട്ട് 2 കാലിലും നടക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായതിനു ശേഷം എം എം മണി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഞങ്ങൾ വാങ്ങിയത് മിണിങ്ങിട്ട് നിങ്ങൾ വോട്ട് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ 2 നയം എടുക്കുന്നു, തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയോ ജയിക്കുകയോ ചെയ്ത് അപ്പുറം ഈ മറുകണ്ഠം എത്തിയതിനു ശേഷം ഈ പറഞ്ഞ നിലപാട് ഞങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ നിലപാട് മാറ്റിയിട്ടില്ലല്ലോ എന്നൊരു നയത്തിലേക്ക് കാര്യങ്ങൾ പോകും. ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾ പുരോഗമനവാദികളാണ്, നമ്മൾ പുരോഗമന ചിന്താഗതിക്കാരാണ്, വീണ്ടും ശബരിമലയിൽ സ്ത്രീകൾ കയറും എന്ന് പറയാനും സാധ്യതയുണ്ട്. ഇതെല്ലാം ഈ ഒഴുക്കിനൊപ്പം നീന്തി അവസരവാദപരമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതെല്ലാം ഒരു താൽക്കാലിക നമ്പർ ആണെന്നാണ് ചുരുക്കത്തിൽ അർത്ഥം. അത് ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താൽക്കാലിക നമ്പർ. ഇത് ജനത്തിന് മനസ്സിലാവാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട സാർ. വാസവൻ സാറിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോടും ഗോവിന്ദൻ സഖാവിനോടും ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മൂളയുണ്ട്. നിങ്ങൾക്ക് ഇനി പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല. ഈ എം എം മണി പറഞ്ഞ പോലെ വാങ്ങി മിണുങ്ങിയിട്ട് വോട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ സാർ, ഇനി അങ്ങനെയൊക്കെ നടക്കാനേ പോകുന്നുള്ളൂ. കാര്യം ജനങ്ങളെ കണ്ണി പൊടിയിടാനായിട്ട് ഇനി നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. കാര്യം ജനത്തിന് മടുത്തിരിക്കുക. കാര്യം ഇത്തരത്തിലുള്ള നമ്പറുകളെ ഇവരുടെ കയ്യിലുള്ളൂ. PR എക്സസൈസ് ചെയ്ത് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ ചേട്ടോ. 9.5 വർഷത്തോളം അധികാരത്തിലിരുന്ന ഒരു സർക്കാർ, ഒരു പാർട്ടി ഇവർക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു അതെല്ലാം 9.5 വർഷക്കാലത്തിനുള്ളിൽ ചെയ്യാമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 3-4 മാസത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഉദ്ഘാടനങ്ങൾ വരുന്നു, നവീകരണ പ്രവർത്തനങ്ങൾ വരുന്നു, താക്കോൽദാനങ്ങൾ ഉണ്ടാകുന്നു, വലിയ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഏറ്റവും അവസാന നിമിഷങ്ങളോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ ജനത്തിനൊരു സംശയം, സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് ഒരു സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, ഈ അവസാന നിമിഷം എന്താണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ വോട്ട് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനുള്ള ഒരു വെറും തന്ത്രമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഫ്രീ ബീസുകൾ കൊടുത്തൊന്നും പറ്റിക്കാനായിട്ട് ഇനി നടക്കില്ല. നമ്മൾ ബേസിക്കലി ഇതെല്ലാം ഈ പറഞ്ഞ ജനത്തിന്റെ അവകാശം തന്നെയാണ്, അല്ലാതെ ഒരു സർക്കാർ കൊടുക്കേണ്ടത്. അതിനി അടുത്ത UDF അധികാരത്തിൽ വന്നാൽ UDF ചെയ്താൽ പോലും നിങ്ങളുടെ അവകാശമാണ്. അത് അവർ തന്നു, അവരുടെ ഔദാര്യമാണ്. ഇപ്പൊ പിണറായി സർക്കാർ അല്ലെങ്കിൽ അതിലിരിക്കുന്ന ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി, അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഇവരൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, ഇതെല്ലാം നികുതി പണം എടുത്ത് ചെയ്യുന്നതാണ്. അതെ, ഇതിൽ കടം വന്നാൽ പോലും അത് കേരളത്തിന്റെ മുഴുവൻ തലയിൽ വരുന്ന കടം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എല്ലാം അവകാശമാണ്, ഇതാരും കൊണ്ടുവരുന്നതല്ല എന്നുള്ള ഉത്തമ ബോധ്യം ജനങ്ങൾക്കുണ്ട്. ഏതായാലും മേഘ, ഇതിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നത് ഈ യുവതി പ്രവേശനം എന്ന് പറയുന്ന ഇപ്പോൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുറുകെ പിടിക്കുന്ന ഈ LDF മുന്നണി അല്ലെങ്കിൽ CPM നാളെ കളം മാറ്റി ചവിട്ടില്ല എന്ന് ആരും കരുതണ്ട.